മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുടെ അൻസാഫ് ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖാണ് ബ്രോ. അവിടെയോ? നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട് ജിറോണയ്ക്കെതിരെ. ഒരു സ്ക്വാഡ് റൊട്ടേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ EPL കളിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് എലമെന്റ് തന്നെ ഇറക്കാൻ സാധ്യത കാണുന്നുണ്ടോ? ശരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ഗൂഡ്സൺ പാർക്കിലെ മാച്ച് മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ഫുൾ ടീം ഇറക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഗ്രാവൻബർച്ചിന് അതുപോലെ വാൻഡേക്ക് പോലത്തെ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്താൽ നല്ലതാണ്. ആ ഒരു ഗ്യാപ്പ് ഇപ്പോ ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. 4 പോയിന്റിന്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അടുത്ത മാച്ച് കൂടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 പോയിന്റ് ഗ്യാപ്പ് വീണ്ടും ആയി കിട്ടും. എങ്ങനെയുണ്ട് ബ്രോ? ഹാപ്പി ആണോ? സോ ഫാർ സോ ഗുഡ് എന്ന രീതിയിൽ മുമ്പോട്ട് പോകാണോ? ചെൽസി പതുക്കെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്, ബട്ട് ഓക്കെ ആണോ? സോ ഫാർ സോ ഗുഡ് തന്നെയാണ്. വെൽ മാനേജർ ആണ് സ്ലോട്ടിന്റെ കേസിലാണെങ്കിലും. പക്ഷെ നമ്മുടെ സ്കോഡ് ഭയങ്കര തിന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആരും ഈ ഒരു 14th ഗെയിം വീക്കിൽ ഈ സ്ഥാനത്ത് എത്തുന്നൊന്നും ആരും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ എക്സ്പെക്ടേഷന്റെ മേലെയാണ് കളിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഒരു ഇഞ്ചുറി ഒന്നും വരാണ്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു സീസൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൊനാട്ടെ എന്നൊരു ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന പിക്ക് എങ്ങാണ്ട് എവിടെയോ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് കൊനാട്ടെ തിരിച്ചു വരികയാണെങ്കിൽ വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇഞ്ചുറി ഇല്ലാണ്ട് സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഏതെങ്കിലും ട്രോഫി അടിക്കാനായിട്ട്. അതെ, അത് മാത്രമല്ല ഇപ്പോ അലിസൺ ബെക്കറും ജോട്ടയും വരുന്നു എന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. പക്ഷെ അവര് ഫുള്ളി ഫിറ്റ് ആണോ എന്ന് അറിയില്ല. ചിലപ്പോ ഒരു സബ് ഒക്കെ ആയിട്ട് ഇറങ്ങി പതുക്കെ കളിയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതെ, അവരെ റഷ് ചെയ്തിട്ട് ഈ മാച്ച് ഇന്നത്തെ മാച്ച് ഇറക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് മാച്ച് ഫുൾഹാമിനെതിരെ ഇറക്കിയാൽ മതി. ജോട്ടയാണെങ്കിലും അതുപോലെ അലിസൺ ആണെങ്കിലും തൽക്കാലം കളിക്കാനുള്ള പ്ലേയേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ജിറോണക്കെതിരെ കളിക്കാനുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഫുൾഹാം മാച്ച് ഫുൾ ഈ സ്ട്രെങ്ത്തിൽ ഇറങ്ങാന്നുള്ളതാണ്. മോസലക്ക് 2 വർഷത്തെ കോൺട്രാക്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ വാൻഡേക്ക്, അലക്സാണ്ടർ ആർണോൾഡ് ഇവർക്കൊക്കെ പുതിയ കോൺട്രാക്ട് കൊടുക്കുന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ബ്രോയുടെ അഭിപ്രായത്തിൽ മോസലയെ ഒരു ലോങ് ടേം കോൺട്രാക്ട് നിർത്തിയിട്ട് ലിവർപൂൾ തന്നെ അറ്റ്ലീസ്റ്റ് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി പുള്ളി ഇത്ര വർഷം ലിവർപൂളിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. എന്താണ് ബ്രോയുടെ അഭിപ്രായം? ഇല്ല, ലോങ് ടൈം കോൺട്രാക്ട് കൊടുക്കണം എന്നോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഒരു 2 or 3 year അത്ര കൊടുത്താൽ മതി. 2 year മിനിമം 2 year കൊടുക്കണം. അതിനുള്ള 2 വർഷം കഴിയുമ്പോൾ എന്തായാലും ഒരു ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ കളിക്കാനുള്ള ഒരു ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ. 2 year എന്തായാലും കൊടുക്കണം. 1 year ഒന്നും കൊടുത്ത് ഫാൻസിനോ കണ്ണിൽ പൊട്ടിടാൻ്റെ ആവശ്യമൊന്നുമില്ല. 2 year എന്തായാലും കൊടുക്കണം. അതുപോലെ വാൻഡൈക്കൻ എന്തായാലും ഒരു 3 year ഒക്കെ കളിക്കാം. വാൻഡൈക്കിനാണ്. ട്രെൻഡിന്റെ കേസാണ് ഒരു സംശയം. ബാക്കി വാൻഡൈക്കും സാലി എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ട്രെൻഡിന്റെ കേസാണ് ഒരു പിന്നെ സ്പെഷ്യൽ കേസ് ഉള്ളത്. ഇപ്പോ റെയിലൊക്കെ ഫ്രണ്ടുമായിട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ചില റൂമേഴ്സ് ലിങ്ക് ഒക്കെ കാണുന്നുണ്ട്. ഒരു വലിയ ഓഫർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ട്രെൻഡിനെ റിലീസ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ബ്രോയുടെ അഭിപ്രായത്തില്? ഇല്ല, ഡയറക്റ്റ് കോൺവെർസേഷൻ നടക്കണമെങ്കിൽ ജനുവരി കഴിയണല്ലോ ഒരു പ്ലെയർ ആയിട്ട് കോൺട്രാക്ട് വൈസ്. പക്ഷെ ഇപ്പൊ ഒരു ചെറിയ ചാൻസ് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡ് ഇന്റർവ്യൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലൻഡോർ വിൻ ചെയ്യണം, കൂടുതൽ ട്രോഫീസ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നല്ലൊരു പ്രൊജക്റ്റ് ആണ് ലിവർപൂൾ മുമ്പിലേക്ക് കാണുന്നതെങ്കിൽ ട്രെൻഡ് പോകുന്നില്ല. അതുപോലെ തന്നെ ട്രെൻഡ് ചിലപ്പോൾ ഒരു പ്രഷർ കൊടുക്കായിരിക്കും. ഓഫർ വെച്ച് കഴിഞ്ഞാൽ അത് സൈൻ ചെയ്യേണ്ടതാണ്. ശരിയാണ്. അപ്പോ എന്താണ് FSGയുടെ സൈഡിൽ നിന്ന് ഈ ഒരു ജനുവരി വിൻഡോയിൽ എന്തെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഡിഫൻസിലേക്ക് ഒരു ആളെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ വിങ് ബാക്കിന് ഒരു ബാക്കപ്പ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോഡ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ സെറ്റ് ആയിരിക്കും. അവർ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ബ്രോ? ഇൻവെസ്റ്റ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം CDM നമുക്ക് മാർക്കറ്റിൽ ജനുവരിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെന്റർ ബാക്ക് ഓപ്ഷൻസ് കുറച്ചൊക്കെ ഉണ്ട്. സെന്റർ ബാക്കിനെയും അതോടെ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്കും LB ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ കൊണ്ടുവന്നത് നല്ലതാണ്. CDM നമ്മൾ റഷ് ചെയ്തിട്ട് വെറുതെ ഒരു CDM കൊണ്ടുവന്നൊരു കാര്യമില്ല. എന്തായാലും നല്ല നോക്കിയും കണ്ടും നല്ലൊരു പ്ലെയർ ഇപ്പൊ സുബ്മേണ്ടിനെ തന്നെ കിട്ടിയ അത്രയും നല്ലത്. അതായത് ഫസ്റ്റ് അത് തന്നെയാണ്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും സമ്മറിൽ നോക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോ ന്യൂനസ് ഈ സീസണിൽ പുള്ളി ചില മത്സരങ്ങളിലൊക്കെ 1-on-1 ചാൻസുകൾ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ വർക്ക് റേറ്റും കോൺട്രിബ്യൂഷനും ആരും താഴ്ത്തി കാണുന്നില്ല. കാരണം ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിലും ഹാർവി ജൂനിയസ് 100% കൊടുക്കാറുണ്ട്. പക്ഷെ ഓവറോൾ ഗോൾ അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ ഹാപ്പി ആണോ, അല്ലെങ്കിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇനിയും ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് വരണോ? ഒരിക്കലും ഹാപ്പി അല്ല. കാരണം വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു കയോട്ടിസം സൃഷ്ടിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഒരു സ്ട്രൈക്കർ എന്ന നിലയ്ക്ക്, ഒരു ലോൺ സ്ട്രൈക്കർ എന്ന നിലയ്ക്ക് എന്തായാലും ഗോൾസോ
അല്ല അസിസ്റ്റ് ഒക്കെ കിട്ടാണ്ട് വേറൊരു നിവൃത്തിയില്ല. ലിവർപൂൾ പോലത്തെ ഒരു ക്ലബിന്, ടൈറ്റിന് വേണ്ടി പുഷ് ചെയ്യുന്ന ഒരു ക്ലബിന് ഗോളും അസിസ്റ്റ് എന്തായാലും കിട്ടണം. അത് ന്യൂനസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. പക്ഷേ പുള്ളി നമുക്ക് കുറ്റം പറയാൻ തോന്നില്ല. കാരണം പുള്ളിയുടെ കളി കണ്ടു കഴിഞ്ഞാൽ അത്രക്കും ടീമിന് വേണ്ടി 100% കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ അതെ ജോട്ട തിരിച്ചു വരുന്ന ആശ്വാസമായിരിക്കും. പക്ഷെ ജോട്ട ഈ സീസൺ സോഫാർ നല്ലപോലെ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അത്ര നമുക്ക് പെർഫെക്റ്റ് എന്ന് പറയാനില്ലായിരുന്നു. എന്തായാലും ഒരു സമ്മറിൽ എന്തായാലും ഒരു സ്ട്രൈക്കർ സൈനിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നെക്സ്റ്റ് സമ്മർ. അതെ. ഇപ്പൊ മറ്റൊരു കാര്യം ചോദിക്കുന്നത് ജോ ഗോമസ് വേഴ്സസ് അല്ലെങ്കിൽ കോൺസയെ വിങ് ബാക്കിലൊക്കെ കളിപ്പിച്ചു. ആ മത്സരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജോ ഗോമസിന്റെ സൈഡിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു. ഈ ബാക്കപ്പ് അവൈലബിൾ ആയിട്ടുള്ള സെന്റർ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം തോന്നുന്നു. ചില മത്സരത്തിൽ കളിക്കും, ചില മത്സരത്തിൽ മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഓപ്പോസിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ബീറ്റ് ചെയ്തിട്ട് സ്കോർ ചെയ്യും. അപ്പൊ അവിടെ കൊണാട്ടയ്ക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് ഓപ്ഷൻ വരണം, അല്ലെങ്കിൽ വാൻഡയ്ക്കായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരണം. ഇല്ലെങ്കിൽ ഒരു വൾണറബിലിറ്റി ആ സൈഡിൽ ഉണ്ട്. എന്തായാലും 100%. എന്തായാലും ജനുവരിയിൽ ഒരു സെന്റർ ബാക്ക് സൈനിങ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഇപ്പോ കോമസിന്റെ കാര്യം പറയും, കോൺസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സേ അല്ല. ബാക്കപ്പായിട്ട് അവിടെ ഉണ്ടെങ്കിലും കൊനാട്ടയ്ക്ക് അങ്ങനെ കൂടുതൽ റെസ്റ്റ് ഒന്നും കൊടുത്ത് അവരെ റെഗുലറി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്കൊന്നും സ്ലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ന്യൂകാസൽ മാച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും മോശമില്ലാണ്ട് കളിക്കുമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കൊനാട്ട ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും മോശമില്ലാതെ കളിക്കുമായിരിക്കും. പിന്നെ ഏരിയൽ ഡുവൽസ് ആണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം. ഒരു ബോള് പൊന്തി വരുമ്പോൾ അത് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കാലിലാക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. കൊനാട്ട അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ് പെർഫോമൻസ് മതി. കാരണം നമ്മുടെ ഡിഫൻസീവ് സ്ട്രക്ചറിൽ വന്നൊരു മാറ്റം കൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഒരു പണി വരാൻ ചാൻസ് ഇല്ല. ഒന്ന് പ്രാഗ്മാറ്റിക് ആവുന്നുണ്ട് സ്ലോട്ട് ഒരു ഗോള് വാങ്ങിയിട്ടാണെങ്കിലൊക്കെ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതെ. ഇപ്പോ അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ DMസിനെ പറ്റിയിട്ടാണ്. ഇപ്പോ മക്കാലിസ്റ്റർ ആയാലും പിന്നെ ഗ്രാവൻബർച്ച് ആയാലും എനിക്ക് തോന്നുന്നു രണ്ടുപേരും അവരുടെ ലൈഫ് ടൈം പെർഫോമൻസ് ആണ്. ടാക്ടിക്കൽ ഫൗൾസ് ഒക്കെ എന്ന് പറയുന്നത് യെല്ലോ കാർഡ് മേടിക്കാതെ ടാക്ടിക്കൽ ഫൗള് നോക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള കൗണ്ടർ വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി അവരാണ് എനിക്ക് തോന്നുന്നു ഡിഫൻസിന് കൂടുതൽ കവർ കൊടുക്കുന്നത്. അങ്ങനത്തെ രണ്ട് പ്ലെയർ ഉള്ളതിനെ കൊണ്ടാണ് ഇപ്പൊ കുറച്ചൊരു ഫ്രീ ആയിട്ട് ഹൈലാൻഡ് കളിക്കുന്ന സമയത്ത് ഇവരുണ്ട്, ഓക്കെ ഇവർ ഓടി പിടിക്കും, അല്ലെങ്കിൽ ഇവർ ടാക്ടിക്കലി എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഡിഫൻഡേഴ്സിന് കൊടുക്കുന്നുള്ളൊരു ഇതുണ്ട്. അത് ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോഡ് അഭിപ്രായത്തിൽ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ഹാപ്പിയാണ്, പെർഫോമൻസിൽ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ശരിക്കും ലിമിറ്റ് ചെയ്യാണ് അവരെ. ഗ്രാമബർച്ചിന്റെ ഒന്നും ശരിക്കും നാച്ചുറൽ പൊസിഷൻ ഒരു ലോൺ 6 ആയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ പിവോട്ടിലും 6 ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ഗ്രാമബർച്ച് എപ്പോഴും ഫ്രണ്ടിലേക്ക് കയറിപ്പോയിട്ട് പാസുകളൊക്കെ പിക്ക് ചെയ്യുന്ന, ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ഗ്രാമബർച്ച് ഏതോ ഒരു ബൈറ്റ് കൊടുത്തായിരുന്നു TNT സ്പോർട്സിലെങ്ങാണ്ടെന്ന് തോന്നുന്നു. പുള്ളി പറയുന്നുണ്ട് ഞാൻ കയറി പോകാൻ നിൽക്കുമ്പോൾ വാൻഡൈക്ക് ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയുന്നത് വാൻഡൈക്ക് പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നാച്ചുറൽ പൊസിഷൻ ഇതൊന്നുമല്ല. മക്കരസ്റ്റർ ആണെങ്കിലും മക്കരസ്റ്റർ നമ്പർ 10 അടിപൊളിയായിട്ട് കളിക്കും. ബ്രൈറ്റണിലൊക്കെ നമ്പർ 10 പൊസിഷൻ കിട്ടുന്നതായിട്ട് കളിച്ചു. പക്ഷെ മക്കരസ്റ്റർ ഇതുപോലെ നമ്പർ 8 ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കളിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഒരു CDM വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കുക, എല്ലാം പരിഹരിക്കുക. കാരണം മക്കരസ്റ്ററിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക, ഗ്രാമബർച്ചിന് ഒന്നുകൂടെ ഫ്രീഡം കിട്ടും. ഇതൊക്കെ ചെയ്യുന്ന കറക്റ്റ് CDM സൈനിങ്ങിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അത് ചെയ്തിട്ടില്ല ഇതുവരെ. അടുത്ത സമ്മറിലെങ്കിലും ചെയ്യായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഓക്കെ ബ്രോ, അപ്പോ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. അപ്പോ മാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക്സ് ബ്രോ.